Ready, set. Happy birthday to me. Happy birthday to me. Happy birthday, happy birthday, happy birthday to me. To me. Guys, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. 1993 ജാനുവരി 14 കൊല്ലത്ത് ഏത് ഹോസ്പിറ്റലിൽ എനിക്കറിയത്തില്ല, അവിടെ ഞാൻ കരഞ്ഞ് ജനിച്ചു. ഒരു വെളുപ്പിനെയായിരുന്നു ജനിച്ചത്. അപ്പം ഇന്ന് എനിക്ക് ബർത്ത്ഡേ ആണ്, ജനുവരി 14. സോ എനിക്ക് ഗിഫ്റ്റൊക്കെ കിട്ടി, ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയത്. ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ്, ഒരു വാച്ച് ഉണ്ടായിരുന്നു, അത് ഗിഫ്റ്റ് കിട്ടിയതാണ്. ആൻഡ് നിങ്ങളുടെ വീഡിയോ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോണും എൻ്റെ കെട്ടിയവൻ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത്. ഐ എം സോ ഗ്ലാഡ്. എൻ്റെ ഫോൺ ബാക്കിലൊക്കെ പൊട്ടി നശിച്ചിരിക്കുകയായിരുന്നു. ജിലു ഒരു ദിവസം യൂട്യൂബിൽ ആഡ് വന്നപ്പോൾ എടുത്ത് ഒറ്റ എറി. iPhone 13 ആയിരുന്നു. എൻ്റെ ബാക്കിലെല്ലാം പൊട്ടിച്ചിതറിയിരിക്കുകയായിരുന്നു. സോ മാറ്റണം എന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിരുന്നെങ്കിലും ബഡ്ജറ്റൊക്കെ വരട്ടെ ചെയ്യാമെന്നൊക്കെ ചിന്തിച്ചിരുന്ന സമയത്താണ് അച്ചാച്ചൻ എനിക്ക് ഗിഫ്റ്റായിട്ട് പുതിയ വേർഷൻ 16 Pro Max തന്നത്. സോ അതിലാണിപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. കുറേ നാൾ ഞാൻ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 1 മന്തോളം ഉണ്ടായിരുന്നു എൻ്റെ ആ വെക്കേഷൻ. ഒന്നുമില്ല, എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് തന്നെ കുറച്ച് ഒരു ഗിഫ്റ്റ് തരണമെന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഗോൾ, മെറ്റീരിയൽ ആയിട്ടൊന്നുമല്ല, ഒരു ഗോൾ അച്ചീവ് ചെയ്ത് അത് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ദിവസമാണിന്ന്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എല്ലാം സെറ്റായി വന്നെങ്കിലും ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ആ സംഭവം നടന്നില്ല. അത് അടുത്ത ആഴ്ചയാവും. പക്ഷെ വൈകി വന്നാലും എന്തെങ്കിലുമൊക്കെ കാരണമുണ്ട് എന്ന് എൻ്റെ ഫ്രണ്ട് ഇന്ന് രാവിലെ കൂടി എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചേ ഉള്ളൂ. നീ ടെൻഷൻ അടിക്കണ്ട, വൈകി വരുന്നതിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. അതായിരിക്കും, വൈകി വരുന്നതിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. അപ്പം അടുത്ത ആഴ്ച ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്തായിരുന്നു ഞാൻ ഒരു മാസമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സാധനം. എൻ്റെ 2025 ഫസ്റ്റ് ഗോൾ അച്ചീവ് ചെയ്യാന്നുള്ളതായിരുന്നു എൻ്റെ ടാർഗറ്റ്, എൻ്റെ ബർത്ത്ഡേ അടുപ്പിച്ച്. പക്ഷെ നടക്കാത്തതിൽ ചെറിയൊരു വിഷമമുണ്ട്. ഇറ്റ്സ് ഓക്കെ, തിങ്സ് ഹാപ്പൻ അല്ലേ. സോ ഇന്നലെ അച്ചാച്ചൻ എനിക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു ചെറിയൊരു വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം. എടുത്തതൊന്നും കറക്റ്റായിട്ടൊന്നുമല്ല, കാരണം ഞാനേ അറിഞ്ഞില്ല അങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ പ്രിപ്പറേഷനോ മേക്കപ്പ് ഒന്നും ഇടാതെയും പിന്നെ ഒട്ടും തന്നെ പ്രിപ്പയർഡ് അല്ലായിരുന്നു. പിന്നെ സർപ്രൈസ് വരുമ്പോഴത്തേക്ക് എനിക്ക് എക്സ്പ്രഷനും നമ്മൾ ഈ റീലിലും യൂട്യൂബിലൊക്കെ കാണുന്ന കണക്കത്ത് അമ്മാതിരി എക്സ്പ്രഷനൊന്നും എനിക്ക് വരാറില്ല. ഞാൻ സർപ്രൈസ് ആകുമ്പോഴത്തേക്ക് ഒരുമാതിരി നാണം കുണുങ്ങി പോവും. സോ അത്രയ്ക്കും വലിയ ഇതായിട്ടൊന്നുമല്ല. അപ്പം ഇതാണ് ഞാൻ വന്ന സമയത്ത് ഞങ്ങൾ വെളിയിൽ പോയിരുന്നു. ടൊറന്റോയിൽ ഒരു ബബിൾ പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം തുടങ്ങി. അവിടെ പോയി കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ലൈറ്റിൻ്റെ ഒക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അന്നേരം അവിടെ എല്ലാം കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പം എനിക്ക് ആദ്യമേ ചെറിയൊരു മണം അടിച്ചു, എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് അവിടെ. പക്ഷെ എന്നാലും ഞാൻ ഓക്കെ, ബർത്ത്ഡേയുടെ എന്തോ സംഭവമാണ് എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നു. ചുറ്റും നടക്കുന്നതെല്ലാം അൺയൂഷ്വലായിട്ട് നടക്കുമ്പോഴത്തേക്ക് നമ്മൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കുമല്ലോ. വന്ന് കയറിയപ്പോൾ തന്നെ ടേബിളിലൊരു ഫ്ലവർ ബൊക്കെ എടുത്ത് നോക്കിയപ്പം അതിനടിയിലൊരു നോട്ട്. ആ നോട്ടും ചെന്ന് ബെഡിൽ നോക്കിയപ്പം ബെഡിൻ്റെ അടിയിലൊരു ചോക്ലേറ്റ്. എന്നിട്ട് പാൽ കുപ്പിയുടെ അടുത്ത് പാൽ മെഷീൻ ഉണ്ടല്ലോ, ജുലുവിൻ്റെ പാൽ മെഷീൻ്റെ അടുത്ത് വന്നപ്പം വേറൊരു ചോക്ലേറ്റ്. അങ്ങനെ 2-3 സ്ഥലത്തെല്ലാം തപ്പി അവസാനം ബേസ്മെന്റിൽ പോയി. ബേസ്മെന്റിൽ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ 2 ദിവസം വീട്ടിലില്ലായിരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ആൾക്കാർ കയറി എന്നാണ് ഞാൻ അറിഞ്ഞത്. നമ്മുടെ സൗമ്യയും ജിതിനും എഡ്വിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അച്ചാച്ചനെ എനിക്ക് ഈ ഒരു സർപ്രൈസ് തരാൻ വേണ്ടി. നമ്മളുടെ ചുറ്റും ഒരുപാട് നല്ല മനുഷ്യരുള്ളത് നമുക്ക് എന്തുമാത്രം സന്തോഷമല്ലേ. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് അച്ചാച്ചൻ ഗിഫ്റ്റ് തന്നത്. ആൻഡ് ആ ഒരു ഗിഫ്റ്റിലല്ല, കാരണം എനിക്ക് തന്ന ഐഫോൺ എന്നുള്ള കാര്യത്തിലല്ല, ആക്ച്വലി ആ ഒരു എഫേർട്ട് അച്ചാച്ചൻ ഇട്ടതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ഉണ്ട്. കാരണം ചെറിയൊരു ഗിഫ്റ്റ് ആയാൽ പോലും ആ തന്ന ഗിഫ്റ്റ് ഐഫോൺ അല്ല, ജസ്റ്റ് എന്തെങ്കിലും ഒരു സാധാ ഡ്രസ്സ് ആണെങ്കിൽ പോലും അച്ചാച്ചനായി ഇട്ട എഫേർട്ടിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ദാറ്റ്സ് മീൻ ലവ് അല്ലേ. പിന്നെ അതിനുശേഷം ഒരു കേക്ക് അച്ചാച്ചൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആക്ച്വലി ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല, മറന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓൾമോസ്റ്റ് ഞാൻ മറന്ന സംഭവമായിരുന്നു. ഞാൻ ഏതോ ഒരു റീലിൽ കണ്ടിട്ട് ഇങ്ങനെ ഊതുമ്പം ഡസ്റ്റ് ഇങ്ങനെ പറന്നു പോകുന്ന കേക്ക് വേണമെന്ന് ഞാൻ അച്ചാച്ചൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അച്ചാച്ചൻ അത് ഓർത്ത് വെച്ച് എനിക്കത് വാങ്ങിച്ചു തന്നു.
ആൻഡ് ടു ബി ഓണസ്റ്റ് അതിൽ ഭയങ്കര ലക്കിയാണ് ഞാൻ. കാരണം ഞാൻ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ച് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. കുറച്ച് കൂടുതൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് അച്ചാച്ചൻ. എന്തിനാണ് ഞാനിങ്ങനെ പൊക്കി പറയുന്നത്? ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടിയും മടിയൊക്കെ ഉണ്ടെങ്കിലും നല്ല ഹാപ്പിയാണ്. എനിക്ക് ഭയങ്കര നാണമൊക്കെ വരുന്നു. എനിക്കത് എങ്ങനെ പറയണമെന്നൊന്നും അറിയത്തില്ല. കാരണം ചില സമയത്ത് ഞാൻ ചിന്തിക്കും, ഞാൻ എന്ത് ഇത് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ അത്രയും നല്ല മനുഷ്യരെ എങ്ങനെ എൻ്റെ ചുറ്റും കൊണ്ടുവന്നു എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഐ എം സോ ഗ്ലാഡ്. ഞാൻ എത്രയോ പേരിൽ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് എൻ്റെ ബർത്ത് ഡേറ്റിൽ എനിക്ക് ചുറ്റും ഒരു 2 പേരെങ്കിലും അറ്റ്ലീസ്റ്റ് എന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ എനിക്ക് ഗിഫ്റ്റ് തരാനുണ്ടെങ്കിൽ തന്നെ വി ആർ സംതിങ് അല്ലേ? അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പം നിങ്ങളോട് പറയുമ്പോഴേ നിങ്ങൾ താഴെ ഹാപ്പി ബർത്ത്ഡേ എന്ന് വിഷ് ചെയ്ത് കമൻറ്റ് ചെയ്യുന്നവരെല്ലാവരും തന്നെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പം ഇന്ന് പ്രത്യേകിച്ച് എന്താ ഞാൻ പറഞ്ഞ കണക്ക് ഇന്ന് എനിക്ക് സെൽഫ് കെയർ ഡേ ആണ്. എനിക്ക് സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. ആദ്യം നമുക്ക് ജിലുവിനെ എടുത്ത് ഡേ കെയറിലാക്കാം. കാരണം അവളാണ് എൻ്റെ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത്. വീട്ടിൽ അവളെ നോക്കലാണ്, വീട് നോക്കലാണ് ഇപ്പോഴത്തെ എൻ്റെ മെയിൻ പണികൾ. അപ്പം ആ പണികളിൽ നിന്നൊക്കെ വെക്കേഷനാണ് ഇന്ന്. എന്നിട്ട് എനിക്ക് പറ്റിയ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ്. അപ്പം താങ്ക് യു ഫോർ വിഷിങ് മീ. ആൻഡ് വേറെ ഒന്നുമില്ല കേട്ടോ. ഞങ്ങൾ ഡേ കെയറിൽ പോവാണേ. പറ, ഡേ കെയറിൽ പോവാണേ. ബൈ ഉമ്മ, ഞങ്ങൾ ഡേ കെയറിൽ പോവാനേ. ഞാൻ ജിലുവിനെ ഡേ കെയറിലാക്കിയിട്ട് ഒരു കോഫി കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. കാരണം എനിക്ക് കുറെ കാലത്തെ ഒരു ആഗ്രഹമാണ്. നമ്മൾ ഈ ക്യാപ്പച്ചീനോയിലൊക്കെ ഇങ്ങനെ ലവ് എഴുതിയ കോഫി കിട്ടുമല്ലോ, ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു സാധനം കുടിച്ചിട്ടില്ല. പിൻട്രസ്റ്റിലും അല്ലാതെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. ക്യാപ്പച്ചീനോ കുടിച്ചിട്ടുണ്ട്, പക്ഷെ ആ ലവ് എഴുതിയതൊന്നും കുടിച്ചിട്ടില്ല. അപ്പം എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം അങ്ങനത്തെ ഒരു സാധനം കഴിക്കണമെന്ന്. അപ്പം ഇഷ്ടപ്പെടുമല്ലോ എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ബർത്ത്ഡേ അല്ലേ, വൈ നോട്ട്. അപ്പൊ ഞാൻ ജിലുവിനെ ഡേ കെയറിലാക്കിയിട്ട് ഒരു ക്യാപ്പച്ചീനോ കിട്ടുന്ന, ഞങ്ങളുടെ ഇവിടെ ചെറിയൊരു സിറ്റിയാണിത്. അപ്പൊ ഇവിടത്തേൽ കുറച്ച് നല്ലതായിട്ട് തോന്നിയ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ക്യാപ്പച്ചീനോ കുടിക്കാം, ലവ് എഴുതിയ ക്യാപ്പച്ചീനോ. എനിക്ക് കോഫി കിട്ടിയില്ല, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച കണക്കത്തെ കോഫി കിട്ടിയില്ല. എനിക്ക് നല്ല വിഷമമായി. നല്ല കുഴപ്പമില്ല. ബർത്ത്ഡേ ആയിട്ടൊരു കാര്യം ആഗ്രഹിച്ചിട്ട് നടന്നില്ലെങ്കിൽ എന്താ അല്ലേ, സങ്കടം ഉണ്ടാകത്തില്ല. അതേ കണക്കത്തെ ഒരു സങ്കടം. ഞാൻ അവരോട് ചോദിച്ചു, ഇച്ചിരി ലവ് ഒന്ന് വരച്ചു തരുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് അവർ പറഞ്ഞില്ല, അവർക്ക് ആർട്ടിസ്റ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് ഞാൻ ഓക്കെ എനിക്ക് ഒരു ലാറ്റ തരാമെന്ന് പറഞ്ഞു. ലാറ്റയും വാങ്ങിച്ച് ഒരു സ്കോൺ അങ്ങനെ ഒരു സാധനവും വാങ്ങിച്ച് കഴിച്ചോണ്ടിരുന്നു. ഞാൻ ലാസ്റ്റ് സിപ്പ് എടുക്കുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോ യൂണിവേഴ്സൽ, നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും യൂണിവേഴ്സൽ കൊണ്ടുതരൂ എന്നൊക്കെ പറയത്തില്ലേ, അതേ എന്നൊക്കെ. അത് മതി, എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ ആ ഒരു ദിവസം ഫുൾഫില്ലായ കണക്ക് എനിക്ക് തോന്നി. ഒരു ചെറിയൊരു ആഗ്രഹം ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അതിൻ്റെ ഒരു ഏറ്റവും ചെറിയൊരു സാധനമായിട്ട് എനിക്ക് കിട്ടി. ഏതായാലും മോർണിംഗ് ഇങ്ങനെ പോയി, നമുക്ക് വീട്ടിലേക്ക് പോവാം. വീട്ടിൽ പോയിട്ട് വലിയ പരിപാടിയൊന്നുമില്ല. ഇന്ന് ഫുൾ സെൽഫ് കെയർ ആണ്. എൻ്റെ സ്വന്തം കാര്യം നോക്കുക, ഞാൻ ഒന്ന് റിലാക്സ്ഡ് ആവുക, അത് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമുക്ക് പോവാം. ബർത്ത്ഡേ ആയിട്ട് ഞാൻ അടുത്ത ചെയ്തെന്താണെന്നറിയണ്ടേ, ഞാനൊരു റീല് എടുത്ത് ഡാൻസ് വീഡിയോ എടുത്തു, പോസ്റ്റ് ചെയ്തു ഗൈസ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. റെഡി? ഞാനങ്ങനെ ഡാൻസ് ഒന്നും കളിക്കുന്നു.
എനിക്കങ്ങനെ എന്ത് പറഞ്ഞാലും ക്രിഞ്ചായി പോകുകയാണല്ലോ. ആക്ച്വലി ഈ റീല് കാണുന്ന എല്ലാവരുടെയും ആഗ്രഹം അല്ലേ ഒന്ന് ഡാൻസ് കളിക്കണമെന്നൊക്കെ. അങ്ങനെ ഞാൻ വലുതായിട്ട് അങ്ങനെ ഡാൻസ് കളിച്ചൊരു വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷെ ഇന്ന് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം മലയാളം കോപ്പ് വരുത്തില്ലല്ലോ. പക്ഷെ ഇന്ന് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കേണ്ട ദിവസമാണല്ലോ. അപ്പം ഞാൻ തന്നെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ സാധിക്കുകയാണ്. എൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തു. എന്ത് ധൈര്യം കാണിച്ചൊരു ഡാൻസ് ചെയ്ത് വീഡിയോ ഇട്ടു ഗൈസ്. ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അതൊക്കെയല്ലേ നല്ല രസം. ഇന്നത്തെ ദിവസം കുറച്ച് നന്നായി ഞാൻ ഓർക്കുന്ന ദിവസമായിരിക്കണം. അതാണ് സെൽഫ് ലവ് മീൻസ്. ഞാൻ വീട്ടിൽ വന്നിട്ട് ഫുള്ള് ഫോണിലായിരുന്നു. എന്നെ കുറേ പേര് വിളിച്ചായിരുന്നു വിഷ് ചെയ്യാൻ വേണ്ടി. സാധാരണ ഇന്നലെ രാത്രി കോൾ വരുന്നത്. ഇന്നലെ രാത്രി മൊത്തവും ഞാൻ പുതിയ ഫോണിലോട്ട് ഡേറ്റാസൊക്കെ മാറ്റുന്നതുകൊണ്ട് എൻ്റെ ഫോൺ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ നിറയെ കോൾ ഉണ്ടായിരുന്നു. കുറേ ഫ്രണ്ട്സ് വിളിച്ചു. എല്ലാവരും വിഷ് ചെയ്തു. ഹാപ്പിയായി. എൻ്റെ സെയിം ബർത്ത്ഡേ തന്നെ എൻ്റെ കൂടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന എൻ്റെ വേറൊരു ഫ്രണ്ടുണ്ട്. ഞാൻ കരുതി അവളെ ഒന്ന് വിളിച്ച് വിഷ് ചെയ്യാന്ന്. അപ്പം ഇനി എന്ത് ചെയ്യുന്നല്ലേ, നിങ്ങൾ രാവിലെ തൊട്ടേ കണ്ടിട്ടുണ്ടാവും എൻ്റെ നഖം ഇരിക്കുന്ന കോലം കണ്ടോ. സോ ക്രിസ്മസിന് ശേഷം നെയിൽ പോളിഷ് അടിച്ചതെല്ലാം ഇങ്ങനെ പോയിട്ടുണ്ട്. സോ ഞാൻ ഇന്ന് എൻ്റെ സെൽഫ് കെയറിൻ്റെ പാർട്ടായിട്ട് എൻ്റെ നെയിൽ ചെയ്യാനായിട്ട് പോവുകയാണ്. നെയിൽ ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ ഡേ കെയറിൽ പോയി ജിലുനെ പിക്ക് ചെയ്തിട്ട് വരും. ഓക്കെ, ലെറ്റ്സ് ഗോ. നെയിൽ ചെയ്തു. ഞാനിങ്ങനെ റെഡ് ചെയ്യാറില്ല, പക്ഷെ ആദ്യമായിട്ട് റെഡ് ചെയ്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ചൈനീസ് നെയിൽ സലൂണിൽ പോകുമ്പം അവർ നമ്മളെ കമൻറ്റ് ചെയ്യുന്ന കണക്കാ? എനിക്കെന്നാ അവർ ചെന്നപ്പോഴത്തേക്ക് എന്നെ കമൻറ്റ് ചെയ്യുന്ന കണക്കൊക്കെ തോന്നി. അവരുടെ ഭാഷ മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും പറഞ്ഞേ. പക്ഷേ അവർ ആദ്യം ഒരു ചോദിച്ച സാധനം വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ രണ്ടാമത് വേറൊരു സാധനം പറഞ്ഞതിന് അവർ ബാക്കിൽ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. നെയിലൊക്കെ ചെയ്തു. ജിലുവിനെ പിക്ക് ചെയ്തിട്ട് വന്നു. ആക്ച്വലി ഞാൻ വീട്ടിൽ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആയിട്ടിരുന്നു. വീട്ടിൽ ഒരു പണി ഞാൻ ഇന്നെടുത്തില്ല. ഞാൻ എൻ്റേതായ കാര്യങ്ങൾ നോക്കി, കുറേ റീലൊക്കെ കണ്ട്, ഒരു കെ ഡ്രാമയൊക്കെ കണ്ട് ഇങ്ങനെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. ഇപ്പം ജിലുവിനെ പിക്ക് ചെയ്തിട്ട് വന്നു. ഇനി ഡിന്നർ ഉണ്ടാക്കണം. അച്ചാച്ചൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പം വേറെ പരിപാടിയൊന്നുമില്ല. എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഇതൊക്കെ തന്നെയാണ്. എൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഹാപ്പിനെസ് കാണാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു. ഞാൻ ഹാപ്പിയാണ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മിസ്റ്റർ ആൻഡ് മിസ്സസ് മലയാളി. ഇതൊരു ചെറിയ വീഡിയോ ആണെന്ന് എനിക്കറിയാം. അപ്പം സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ബൈ ബൈ. വീഡിയോ തീർന്നു എന്ന് കരുതിയാൽ നിങ്ങൾക്കും എനിക്കൊക്കെ തെറ്റി ഗൈസ്. ക്ലൈമാക്സ് അച്ചാച്ചൻ കൊണ്ടുപോയി. അച്ചാച്ചൻ എനിക്ക് ഉടുപ്പൊക്കെ കാണിച്ച് ഞങ്ങളുടെ ഡിന്നറിന് ഉണ്ടാവും. ദൂരം ഡ്രസ്സൊന്നും കാണുന്നു. അപ്പൊ ബർത്ത്ഡേക്ക് ഇന്ന് അല്ല ആക്ച്വലി ബർത്ത്ഡേ. ഇന്നത്തെങ്കിലും ഇതൊരു കേക്ക് ഒക്കെ വാങ്ങിക്കാൻ ഞാൻ ആദ്യം പ്ലാൻ ചെയ്യെങ്കിലും I'm not into that. So that I thought like I can bring you somewhere having some lunch or dinner. ഇന്നിങ്ങനെ കാണിക്കാൻ ഇവിടെ എനിക്ക് കുറച്ച് ആളുമ്പോ ഒരു റീൽസ് അയച്ചു തന്നു. ആ റീൽസിനകത്ത് ഇങ്ങനെയാണ് ഭർത്താവ് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഡിന്നറിന് കൊണ്ടുവന്നിട്ട് ആ റീൽസിന്റെ ആദ്യമേ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ചെയ്യാനുള്ള ആഗ്രഹിക്കുന്നു. ഇനി എങ്ങനെ ചത്തുപോയി കഴിഞ്ഞാൽ നടന്നില്ലെന്ന് പറഞ്ഞ് എനിക്ക് സമാധാനമില്ലായിരിക്കും. ഇന്ന് ഞങ്ങൾ കുറച്ച് സ്നേഹമൊക്കെ കാണിക്കെങ്കിലും നാളെ ഞങ്ങൾ നല്ല പൂരടിയായിരിക്കും. സോ ഞങ്ങൾ ഡിന്നറിന് പോവാണ്. എവിടെയാ പോകുന്നത്? ഓക്കെ, ഇപ്പം അടയ്ക്കാതിരിക്കുന്ന ഏതെങ്കിലും കടയിൽ പോയി ഞങ്ങൾ ദോശയും കറിയും കഴിക്കുന്നതായിരിക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ. ഒരുപാട് ദൂരം ട്രാവൽ ചെയ്ത് ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. ഇതാണ് റെസ്റ്റോറൻറ്റ്. എത്ര സമയം നമ്മൾ ഡ്രൈവ് ചെയ്തു ചച്ചാ? എത്ര സമയം നമ്മൾ ഡ്രൈവ് ചെയ്തു? 30 seconds, നോട്ട് ഈവൻ 1 minute. ഞങ്ങളുടെ വീട് ഈ ഇതിൻ്റെ അപ്പുറത്തെ സിഗ്നലിലാണ്. അവിടെ നിന്ന് വെറും 30 സെക്കൻഡേ ഉള്ളൂ ഈ റെസ്റ്റോറൻറ്റിലേക്ക്. ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ ഡൈനിങ്ങിന് ഒരുങ്ങി മേക്കപ്പൊക്കെ ഇട്ട് യമ്മി ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. തായ് ബീഫ് കഞ്ഞി, എന്റെ പാസ്ത, ജിലുന് ടാക്കോ ആൻഡ് ചിക്കൻ ഫിംഗർ.
ചിയേഴ്സ്. അമ്മയ്ക്ക് ചിയേഴ്സ്. നമുക്ക് ചിയേഴ്സ്. അമ്മയ്ക്ക് വേണ്ട ദിവസത്തെ മൊത്തം കുട്ടി കൊടുത്തു. ഇതെന്താ